സുഖപ്പെട്ട. ഫിക്കർ മത് കരോ ബേട്ടി, അവന് കാര്യം മനസ്സിലായി. താമോട്ട് നിലവെല്ലാം ചെയ്തോ? അത് വേണ്ടി വന്നില്ല, അല്ലാതെ എല്ലാം മനസ്സിലായി. അല്ല അമ്മാവൻ പോവാണോ? ഇന്ന് പുറപ്പെട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാ മോളെ. ട്രെയിന് സമയമായി. അവിടെ ഇനി പിന്നെ ഈ ശിവസേനക്കാരോടുള്ള കേസിന്റെ വാദം ഇന്ന് തുടങ്ങുക. ഞാനതങ്ങ് മറന്നുപോയി. അവനെപ്പറ്റി നിങ്ങൾ ആരും ഒന്നും വിഷമിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ദാമോദര നിക്കണവിടെ. അതോ ലോക ദാമോദര, നിന്നെ ആഹാ. ഹലോ മീര. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അകത്തേക്ക് വരൂ, ഇരിക്കൂ. വീണ്ടും അവന്റെ ശല്യം ഉണ്ടായോ? സാറ് സ്ഥലത്തുണ്ടാവില്ലെന്ന് പറഞ്ഞതുകൊണ്ടാ ഇതുവരെയും വരാതിരുന്നത്. യെസ്. അയാൾ അവിടെ വീട്ടിൽ കയറി താമസം തുടങ്ങിയിരിക്കുക. ഏത് വീട്ടിൽ? ഞങ്ങളുടെ വീട്ടിൽ തന്നെ. ശല്യപ്പെടുത്തി ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അയാളെ കൊണ്ട് പൊറുതി മുട്ടി സാർ. ഓഹോ, അവന് കിട്ടിയത് പോരെന്ന് തോന്നുന്നു. സാരമില്ല, അവന്റെ കൈയും കാലും തല്ലി ഓടിച്ചേക്കാം. അത് വേണ്ട സാർ. അയാള് ഞങ്ങളോട് പ്രതികാരം ചെയ്യും. ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരുമില്ല സാർ. ഞാനുണ്ട് മേരിക്ക്, ഞാനുണ്ട്. ഇൻസ്പെക്ടർ എന്ന നിലക്ക് മാത്രമല്ല. ഒരു കാര്യം ചെയ്യാം, ഞാനവൻ ആദ്യം ഒരു ലാസ്റ്റ് വാണിംഗ് കൊടുത്തേക്കാം. അതുകൊണ്ടും പ്രശ്നം തീരുന്നില്ലെങ്കിൽ അവന്റെ എല്ലാം അടിച്ചോടിച്ച് പാർസലാക്കി പോലീസുകാരുടെ കൈ കൊടുത്തേച്ചേക്കാം. പോരെ? ആരെയും ദ്രോഹിക്കാനല്ല സാർ. മറ്റൊരു വീട് കിട്ടുന്നതുവരെയെങ്കിലും അയാളെ ഞങ്ങളെ ശല്യം ചെയ്യാതിരുന്നാ മതി. അത് മതിയോ? എങ്കിൽ ഞാനവൻ ഇന്ന് തന്നെ കാണാം, സംസാരിക്കാം. വൈകുന്നേരം മേരി എവിടെ കാണും? ഓഫീസിൽ നിന്ന് വരുമ്പോ ഞാൻ സ്റ്റേഷനിൽ വരാം. അത് വേണ്ട, സ്റ്റേഷൻ അത്ര പറ്റിയ സ്ഥലമല്ല. ഞാനെന്നും സായാഹ്നങ്ങളിൽ സെൻട്രൽ പാർക്കിൽ നടക്കാൻ പോവാറുണ്ട്. യു കം ദർ, ഐ വിൽ ടെൽ യു ദ റിസൾട്ട്. ഓക്കെ? താങ്ക് യു സർ. ഞാൻ ബുദ്ധിമുട്ടിക്കാണോ? നോ, ഇറ്റ്സ് എ പ്ലഷർ. നിൽക്കൂ. അത് ഒന്നുമില്ല. സുകുമാരക്കുറിപ്പിനെ പിടികിട്ടിയോ സർ? സുകുമാരക്കുറിപ്പ്. സുകുമാരക്കുറിപ്പോ? പിടികിട്ടി. പിടികിട്ടി എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെട്ട ആള് തന്നെയാണോ സുകുമാരക്കുറിപ്പ് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറക്കണ്ട, സെൻട്രൽ പാർക്ക് വൈകുന്നേരം. രാജേന്ദ്രോ, നിക്കണ അവിടെ, നിക്കണ. സജേഷി, നിക്കണവിടെ. നീ ആട്ടുംതോലിട്ടോ ചെന്നാകാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. യുദാസേ, ഇന്നലെ പരിചയപ്പെട്ട ഒരു പെണ്ണിന്റെ പേരില് നീ ഒരു ക്ലോസ് ഫ്രണ്ടിനെ തള്ളി പറഞ്ഞു. നീ ഞാൻ വിളിച്ചിട്ട് കേട്ടില്ലല്ലോടാ. എനിക്ക് സ്റ്റേഷനിൽ പോണ കുറച്ച് ധൃതിയുണ്ട്. നീ പൊയ്ക്കോ. എനിക്ക് വികാരങ്ങളില്ല,
മനുഷ്യത്വം തീരെയില്ല, കള്ളന്മാരെ കടിച്ചു കയറാൻ നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ എന്നൊക്കെയാണോ പറഞ്ഞേ? പിന്നെ എന്ത് വികാരത്തിന്റെ പുറത്താണ് നീ പെണ്ടെ പോലെ നടക്കുന്നത്? എനിക്ക് ഇഷ്ടമുള്ള വികാരത്തിന്റെ പുറത്ത്. എനിക്ക് ഇഷ്ടമുള്ള വികാരത്തിന്റെ പുറത്ത്. അങ്ങനെ സൗകര്യമുള്ള വികാരത്തിന്റെ പുറത്താണ് സാർ നടപ്പെങ്കിൽ നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കണം. ഗോപാലകൃഷ്ണ, ഇത് അത്ര പെട്ടെന്ന് തെറിക്കുന്ന തൊപ്പിയല്ല എന്റെ ഈ തൊപ്പി. ആളുകളാ, എടാ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അത് ഒരു നിയമപാലകൻ കണ്ട പെൺകുട്ടികളുടെ പുറകെ അഴിഞ്ഞാടി നടക്കുകയാണെന്ന് ഞാൻ CBIക്ക് എടാ, ഇത് അഴിഞ്ഞാട്ടോ എടുത്തിയാട്ടോ ഒന്നല്ല, വളരെ പരിശുദ്ധമായ, മൃദുലമായ, നിഷ്കളങ്കമായ, പവിത്രമായ ഒരു അറ്റാച്ച്മെന്റാ. ഞാൻ അവളെ കെട്ടാൻ പോവുക. അപ്പൊ നീ എന്ത് ചെയ്യും? അത് കെട്ടുമ്പോഴല്ലേ? കെട്ടോടാ കെട്ടും. നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാണണോ? കാണണം. എടാ നിന്റെ കെട്ട് ഞാൻ പൊട്ടിക്കുന്നതാണ്. പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ എങ്ങനെയാടാ കെട്ട് പൊട്ടിക്കുന്നത്? അവളോടും അവളുടെ അമ്മയോടും ഞാൻ പറയും, നീ ഒരു മുഴുക്കുടിയനും സ്ത്രീലമ്പറിനുമാണെന്ന്. നീ പറയുന്നത് അവര് വിശ്വസിച്ചാലല്ലേ? അതിന് ഞാനല്ലല്ലോ പറയുന്നത്, ഞാൻ ആൾക്കാർക്ക് കൂലി കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കും. നീ അനാവശ്യം കാണിക്കുക. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? എങ്ങനെ വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്? മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം. എന്താ നിന്റെ ലക്ഷ്യം? നീ അവളോട് പറ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തരാൻ. നിന്റെ കാമുകയല്ലേ, നീ അവളോട് പറ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തരാൻ. അത് എന്റെ ലക്ഷ്യം. അത് ഞാൻ പറഞ്ഞ അവര് അനുസരിക്കണ്ടേ? നീ കാമുകനല്ലടാ, അനുസരിക്കും. ഗോപാലകൃഷ്ണ, നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കടപ്പ്. ഞങ്ങൾ തമ്മിൽ ഒരു 50% അടുപ്പം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇങ്ങോട്ടോ? അത് അല്ല, എനിക്ക് അങ്ങോട്ട്. എനിക്ക് മനസ്സിലായി. എങ്ങനെ? നിന്നെ ഇഷ്ടപ്പെടാൻ മാത്രം മറ്റുള്ള ഒരു പെൺകുട്ടിയല്ല അവള്. ശരി, നിനക്ക് അവളെ ഇഷ്ടമാണല്ലോ. അതെ. എന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഞാൻ നിനക്ക് അവളെ കെട്ടിച്ചു തന്നാൽ നീ എനിക്ക് എന്ത് പ്രതിഫലം തരും? നീ എങ്ങനെ കെട്ടിച്ചേരും? നീ എന്താ അമ്മാവനാ? അതിവിടെ പ്രതിഫലം പറ. എടാ, ഒരു സുഹൃത്തിന്റെ. അത് കള. ഒറ്റ കാര്യം ചെയ്താൽ മതി. കല്യാണം കഴിഞ്ഞാൽ അവളോടൊപ്പം അവളുടെ കുടുംബത്തെയും നീ ഇവിടെ കൊണ്ട് താമസിപ്പിക്കണം. അത് ഒരു പ്രശ്നമല്ലല്ലോ. അത് പ്രശ്നമാണ്. എനിക്കത് പ്രശ്നമാണ്. അവരവിടെ നിന്ന് ഇറങ്ങിയാലേ എനിക്ക് രക്ഷയുള്ളൂ. സത്യത്തിൽ ഞാൻ പ്രതിഫലം ചോദിക്കാനല്ല രാജേന്ദ്ര, മറ്റൊരു വഴിയും കാണാത്തോണ്ട് ആലോചിച്ചു പോയതാ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഈ കാര്യത്തിൽ നീ സംശയിക്കുകയേ വേണ്ട. കല്യാണവും വീടുമാറ്റവും ഒറ്റ ദിവസം. ഉറപ്പാ? ഉറപ്പാ. എങ്കിൽ നീ നിന്റെ വീട്ടിൽ വിവരം അറിയിക്കേ. വീട്ടിലറിയിച്ചാൽ പ്രശ്നമാണ്. സ്ത്രീധനമൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തതുകൊണ്ട് അച്ഛൻ സമ്മതിക്കില്ല. ഇനി എന്ത് ചെയ്യും? എന്റെ ഒരമ്മാവനുണ്ട്, പൂങ്കിനാവ് വാരികയുടെ പത്രാധിപര്. എന്റെ അച്ഛനെ പാട്ടിലാക്കാൻ അങ്ങേർക്കേ സാധിക്കൂ. എങ്കിൽ നീ എത്രയും പെട്ടെന്ന് നിന്റെ പൂങ്കിനാവ് അമ്മാവനെ വിവരം അറിയിക്കുക. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓക്കെ? ഓക്കെ. ഈ തുണിയൊക്കെ കല്ലിലിട്ട് ഇങ്ങനെ അടിക്കരുതമ്മേ, പെട്ടെന്ന് പിഞ്ചി പോ. ഞാൻ വിരിക്കാം. സഹായിക്കണ്ട. വല്ല മീനോ മലക്കറിയോ വല്ല വാങ്ങിക്കാറുണ്ടമ്മേ? ഞാൻ മാർക്കറ്റിൽ പോകുന്നുണ്ട്. പണിക്കൊരു ഉപദ്രവിക്കാതിരുന്നാ മതി. അമ്മ ഇങ്ങനെ പറയരുത്. ഞാനൊരു ഉപദ്രവകാരിയല്ല, ഉപകാരിയാണ്. അമ്മ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു ശുദ്ധനമ്മേ. പിന്നെ കുറച്ച് മുൻകോപമുണ്ട്. അത് പെട്ടെന്ന് വരും, പെട്ടെന്ന് പോവും. അല്ലാതെ എന്നേക്കുമായി ഒരാളോട് സ്ഥിരമായി ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു സ്വഭാവം എനിക്കില്ല. അമ്മ, നമ്മുടെ മീരയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായമ്മേ? നിനക്കെന്താടാ അതിപ്പോ അറിയേണ്ട കാര്യം എന്നായിരിക്കും അമ്മ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്. ന്യായമായ ചോദ്യം. ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. നല്ല തങ്കം പോലത്തെ ആ പെൺകുട്ടിയെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു. പാടില്ലായിരുന്നു, ഒരിക്കലും പാടില്ലായിരുന്നു. ഇന്നലത്തോടെ എന്റെ ശനിദശ മാറി കിട്ടി. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം അമ്മേ. ആ കുട്ടിക്കൊരു നന്മ ചെയ്യൂ എന്നെന്റെ അന്ധക്കരണം എന്നോട് മന്ത്രിക്കുന്നു. പെൺകുട്ടികൾക്ക് നമ്മൾ എന്ത് നന്മയാ ചെയ്യുക? അവരെ ഏതെങ്കിലും സുരക്ഷിതമായ കൈകളിൽ പിടിച്ചേൽപ്പിക്കുക. നമ്മുടെ മീരയ്ക്ക് അങ്ങനെ ഒരു കൈ ഞാൻ കണ്ടുപിടിച്ചു. നല്ല ഒന്നാന്തരം ചെറുക്കൻ, സൗന്ദര്യമുണ്ട്, കുടുംബ മഹിമയുണ്ട്, ഗംഭീരമായ ജോലി, അസലായിട്ട് പാട്ടും പാടും. അമ്മ അഭിപ്രായമൊന്നും പറഞ്ഞില്ല? അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴൊന്നും പറയണ്ട. ഞാൻ ചെറുക്കനായിട്ടേക്ക് വരാം. വേണ്ട, അതൊന്നും നടക്കില്ല. എന്താ?
കുട്ടിക്ക് ഈ ലവിന്റെ ഏർപ്പാട് വല്ലോ? പണിക്കര് അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, ആവശ്യമാ. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യട്ടെ. ഞാൻ ഈ കല്യാണം നടത്തിയിട്ടേ ബാക്കി കാര്യം. പണിക്കര് അമ്മ ഒന്നും പറയണ്ട, ഈ കാര്യത്തിൽ ഇടപെടുകയും വേണ്ട. മനുഷ്യ സ്നേഹമാണ് അമ്മയെ എല്ലാത്തിലും വലുത്. സ്നേഹമാണ് അമ്മയെ അഖില സാര മൂഴിയിൽ. അത് മനസ്സിലായിക്കോളൂ. ചെറുക്കം വരും, മീരെ കാണും, മീരെ കെട്ടും. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട.